ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ദിവസമായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മോഹൻ ബഗാന് സ്റ്റേഡിയം ബാൻ നൽകിയത്. അതായത് സ്റ്റേഡിയത്തിനകത്ത് കരിമരുന്ന് പ്രയോഗം നടത്തി എന്ന കാരണത്താൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ സ്റ്റേഡിയം പൂർണ്ണമായും അടച്ചിടാൻ മോഹൻ ബഗാനോട് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷെ പിന്നീട് അവർ അപ്പീൽ പോയി. അങ്ങനെ ആ ശിക്ഷയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അതായത് പാർഷ്യലായിക്കൊണ്ട് അഥവാ ഭാഗികമായിക്കൊണ്ട് അടച്ചിട്ടാൽ മതി, ഒരു ഭാഗത്ത് ആരാധകരെ പ്രവേശിപ്പിക്കാം എന്ന ഒരു നിലയിലേക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആരാധകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ആരാധകരെ തള്ളിപ്പറയാനോ അതല്ലെങ്കിൽ മാറ്റി നിർത്താനോ മോഹൻ ബഗാൻ തയ്യാറായിട്ടില്ല, മറിച്ച് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ആരാധകർക്ക് സൗജന്യമായി കൊണ്ട് ടിക്കറ്റ് നൽകാൻ ഇപ്പോൾ മോഹൻ ബഗാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിന് വരുന്ന ഓരോ വ്യക്തിക്കും 2 സൗജന്യ ടിക്കറ്റുകൾ നൽകും എന്നാണ് ഇപ്പോൾ മോഹൻ ബഗാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിക്ക് തന്നെ 2 ടിക്കറ്റുകൾ ഫ്രീ ആയിക്കൊണ്ട് ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിന് ലഭിക്കും എന്നുള്ളതാണ്. അവർക്ക് അതിനുവേണ്ടി പണം മുടക്കേണ്ടി വരില്ല എന്നുള്ളത് മോഹൻ ബഗാൻ ഇപ്പോൾ ഒഫീഷ്യൽ ആയിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണമായിക്കൊണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഹോളിയും അതുപോലെ തന്നെ വനിതാ ദിനവും ഒക്കെയാണ്. പക്ഷെ ഇതിന് പിറകിലുള്ള യഥാർത്ഥ കാരണം ഈ സമയത്തും ആരാധകരെ ചേർത്ത് പിടിക്കുക, ആരാധകർക്കൊപ്പം തങ്ങളുണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അറിയിക്കുക എന്നുള്ളതാണ്. അതായത് അടുത്ത ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ സ്റ്റേഡിയം നിറയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഭാഗികമായിക്കൊണ്ടാണ് ആരാധകരെ പ്രവേശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് സ്റ്റേഡിയം നിറയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. കാരണം ഫ്രീ ആയിക്കൊണ്ടാണ് ഇപ്പോൾ ആരാധകർക്ക് ടിക്കറ്റുകൾ നൽകുന്നത്. ഓരോ മത്സരത്തിനും ശരാശരി 30,000-ഓളം ആളുകൾ ഇപ്പോൾ മോഹൻ ബഗാന്റെ മത്സരങ്ങൾക്ക് എത്തുന്നുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ലഭിക്കുന്ന ടീമും അത് മോഹൻ ബഗാൻ തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.